ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ തൻ്റെ ജനത്തെ പരിപാലിക്കുകയും നടത്തുകയും ചെയ്യുന്ന സർവശക്തനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. മരണഭയത്തിൽ വ്യാകുലപ്പെടുന്ന ഒരു ലോകത്തിലാണ് നാം ഏവരും ജീവിക്കുന്നത്. വളരെ പ്രതിസന്ധികളും കഷ്ടങ്ങളും നിറഞ്ഞ മണിക്കൂറുകൾ, വർഷങ്ങൾ നമ്മളെ വിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. 2021 ഒരു പുതുവർഷം സർവശക്തനാകുന്ന ദൈവം നമുക്കേവർക്കും ദാനം നൽകിയിരിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം ഈ അവസരത്തിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. അവൻ മരണത്തെ സദാകാലത്തെയും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. കഴിഞ്ഞ നാളുകളിൽ മരണഭയത്തിൽ അനേക ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ നാം അധിവസിക്കുന്ന ഈ ലോകത്തിൽ വ്യാകുലപ്പെട്ടു. നാളെ എന്താകുമെന്ന് ചിന്തിച്ച് ഭയപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത്: അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയുന്ന യഹോവയായ കർത്താവാകുന്നു. നമ്മുടെ ജീവിതത്തിൽ സദാകാലത്തേക്കും നമ്മളെ ബാധിക്കുന്ന മരണഭയത്തെ കർത്താവ് നീക്കിക്കളയും. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് വച്ചിരിക്കുന്നു, എങ്കിലും യേശു മരണത്തെ നീക്കി, എങ്കിലും യേശു മരണത്തെ ജയിച്ചു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 55-ാം വാക്യം വായിക്കുമ്പോൾ, മരണത്തിൻ്റെ ഭയത്തെ നീക്കി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ആർക്കും തുറക്കുവാൻ കഴിയാത്ത, ആർക്കും ജയിക്കുവാൻ കഴിയാത്ത മരണത്തിൻ്റെ വാതിലുകളെ യേശു നമുക്കായി തുറന്നു. അതുകൊണ്ട് ഈ പുതുവർഷം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ നമ്മളുടെ മരണത്തെ നീക്കി ജയം നൽകി തരുന്ന ഒരു വലിയവനാകുന്ന കർത്താവ് നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ലോകം കഴിഞ്ഞ വർഷം ഭയപ്പെട്ട മരണഭീതി നമ്മളിൽ നിന്ന് മാറ്റിത്തരത്തക്കവണ്ണം ദൈവം നമ്മെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യും. പക്ഷേ നാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്ത് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെയും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവ് സകല കണ്ണിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കും. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും തൻ്റെ കണ്ണുനീർ തുടച്ച് അത്ഭുതകരമായി ജീവിതത്തിൻ്റെ വഴികളിൽ വിശ്വസ്തമാർന്ന അനുഗ്രഹങ്ങൾ നൽകി നമ്മുടെ ദൈവം നടത്തുന്ന ദൈവമാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും എന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ ഭയപ്പെടുത്തിയ, വ്യാകുലപ്പെടുത്തിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ച് കണ്ണുനീർ തുടച്ച് ഒരു പുതിയ നന്മയുടെ നാളുകൾ ദൈവം നമുക്ക് ഒരുക്കി തരും. പിന്നെയും ഞാനിവിടെ ചിന്തിക്കുന്നത്, പരിശോധനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ജയം നൽകുന്ന ദൈവം. ലോകത്തിൽ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷയ്ക്ക് വിപരീതമായി ലോകത്തിൽ അനേക തരത്തിലുള്ള കഷ്ടങ്ങൾ, ബാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നു. എന്നാൽ ഈ വചനം ഇങ്ങനെ പറയുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതെ, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് നീക്കി നമ്മൾക്ക് ജയവും വിടുതലും നൽകി തന്ന് നമ്മുടെ കണ്ണുനീർ തുടച്ച് പരിശോധനകളുടെ നടുവിൽ ജയാളികളായി നമ്മളെ നടത്തുവാൻ കഴിവുള്ള ഒരു സർവശക്തനാകുന്ന ദൈവത്തെ ഈ നാളുകളിൽ നമുക്ക് ആശ്രയിക്കാം. 4-മതായി, വി ഹാവ് വിക്ടറി ഓവർ അവർ ഡിലേയ്സ്. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ നാം പ്രവർത്തിക്കുവാൻ ശ്രമിച്ച അനേക വിഷയങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ വലിയ തടസ്സങ്ങൾ, വലിയ പ്രതിസന്ധികൾ, വലിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നാം എല്ലാവരും ഒരുപക്ഷെ ലോക്ക്ഡൗൺ ആയതുപോലെ, ബ്രേക്ക് ഡൗൺ ആയതുപോലെ
നമ്മുടെ ജീവിതയാത്രയിൽ നാം നിന്നിട്ടുള്ള മണിക്കൂറുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. എന്നാൽ 23-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. നമ്മുടെ ഡിലേകളെ അല്ലെങ്കിൽ നമ്മുടെ തടസ്സങ്ങളെ മാറ്റി യഹോവ എൻ്റെ ഇടയനായി നടത്തുവാൻ കഴിവുള്ള, വിടുതൽ നൽകി തരുവാൻ കഴിവുള്ള, വീണ്ടെടുപ്പ് നൽകി തരുന്ന, സന്തോഷവും ചൈതന്യവും സമാധാനവും നൽകി തരുന്ന ഒരു കർത്താവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് 2021 ഈ ജനുവരി മാസം 1-ാം തീയതി രാവിലെ ഞാൻ നിങ്ങളെ ദൈവവചനത്തിലൂടെ എൻകറേജ് ചെയ്യുന്നത്, ആകയാൽ കർത്താവ് നമുക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനും ലോകത്തിനും നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ഭക്തിയിൽ, കർത്താവിൻ്റെ ശക്തിയിൽ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ള ധൈര്യത്തോടെ നമുക്ക് ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമെങ്കിൽ പ്രതീക്ഷയുടെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒരു പുതുവർഷം ദൈവം ഈ വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരും. കഷ്ടങ്ങൾ വരത്തില്ലെന്നല്ല, പ്രതികൂലങ്ങളും രോഗങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാകത്തില്ലെന്നല്ല, എന്നാൽ ദൈവത്തിന് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ, വിടുതലുകൾ തൻ്റെ ഭക്തന്മാരുടെ മേൽ നൽകിത്തന്ന് നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങളായി നിൽക്കുന്ന പ്രതികൂലങ്ങളെ, അനർത്ഥങ്ങളെ, ആപത്തുകളെ ജയിപ്പാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാം. അവൻ നമ്മുടെ കണ്ണുനീരുകൾ തുടയ്ക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാകുന്ന ദൈവമാണ്. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖത്തു നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ വചനത്തിൽ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകാം. എന്തെന്നാൽ കർത്താവ് നമുക്ക് തുണ. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജനത്തെ ഈ പുതുവർഷത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം, അനുഗ്രഹം, അഭിവൃദ്ധി കർത്താവ് നിൻ്റെ ജനത്തിൻ്റെ മേൽ പകരണമേ. കർത്താവേ, ആകയാൽ കർത്താവ് ഞങ്ങൾക്ക് തുണ, മനുഷ്യന് ഞങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ സാഹചര്യങ്ങൾക്ക് ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ഞങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ ജയാളികളാണ്. മരണത്തെയും പാതാളത്തെയും അടിയറവിപ്പിച്ച യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മകളും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം നിൻ്റെ ജനത്തിനായി കർത്താവെ ഞാൻ നേരുന്നു. എല്ലാവിധ നന്മകളും അങ്ങയുടെ വചന നിമിത്തം, അങ്ങയുടെ ശക്തി നിമിത്തം നിൻ്റെ ജനത്തിൻ്റെ മേൽ വയ്ക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.